ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡ്രിൽ കിറ്റാണ്. നമ്മുടെ വീട്ടിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രിൽ കിറ്റ്. ഇത് 600 വാട്ട്സിൻ്റെ ഒരു കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീനായിട്ട് എടുക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലത്തെ ഒരു കിറ്റായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സെറ്റും കാണും. ഇപ്പോൾ വീട്ടിലോട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള വുഡിൽ ഡ്രിൽ ചെയ്യാനുള്ള ബിറ്റ്, വാളിൽ ഡ്രിൽ ചെയ്യാനുള്ള ബിറ്റ്, മെറ്റലിൽ ഡ്രിൽ ചെയ്യാനുള്ള ബിറ്റ്, സ്ക്രൂ ബിറ്റ്സ് പല ടൈപ്പ്, നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള സ്ക്രൂസ്, അതിൻ്റെ പ്ലക്കട്ട, അത് ഫിഷർ എന്ന് പറയും. പിന്നെ ബ്ലേഡ്, എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ, മെഷറിംഗ് ടേപ്പ് വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു കട്ടിംഗ് പ്ലെയർ, നമുക്ക് വയർ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയർ വരുന്നുണ്ട്. റെഞ്ച് വരുന്നുണ്ട്, നമുക്ക് ചെറിയ ബാത്റൂമിൽ പ്ലംബിങ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള റെഞ്ച് വരുന്നുണ്ട്. ഒരു ലെവലർ വരുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോസൊക്കെ തൂക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ചെരിഞ്ഞു, അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ലെവലറൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ഹാമർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോൾട്ട് നട്ടൊക്കെ ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാനുള്ള ബോൾട്ട് സെറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഇത് 13R എന്നാണ് ഇത് 13 mm ഡ്രിൽ ചെക്കാണ് വരുന്നത്. അപ്പോൾ അപ് ടു നമുക്ക് 13 mm വരെയുള്ള, ഇതിപ്പം 10 mm ഡ്രില്ലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് അപ് ടു നമുക്ക് 13 mm വരെയുള്ള ഡ്രില്ലിംഗ് ബിറ്റ്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീനിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങൾ വീട്ടിലോട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഇമ്പാക്ട് ഡ്രില്ല് തന്നെ നിങ്ങൾ മേടിക്കാൻ നോക്കുക. മാർക്കറ്റിൽ പല ഡ്രില്ലിങ്ങുണ്ട്, റോട്ടറി ഡ്രില്ലുണ്ട്, ഇമ്പാക്ട് ഡ്രില്ലുണ്ട്, ഹാമർ ഡ്രില്ലുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം എപ്പോഴും ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ളത് ഇമ്പാക്ട് ഡ്രില്ലാണ്. ഇമ്പാക്ട് ഡ്രില്ലിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. മൊത്തം 2 ഓപ്ഷൻസ് കാണും. ഇത് വന്നിട്ട് നോർമൽ ഡ്രില്ലിനുള്ളത്, ഇത് വന്നിട്ട് ഇമ്പാക്ട് ഡ്രില്ലിനുള്ളത്. അപ്പോൾ റോട്ടറി ഡ്രില്ലും ഉണ്ട്, ഇമ്പാക്ട് ഡ്രില്ലും ഉണ്ട്. പിന്നെ വരുന്നത് ഫോർവേഡ്, റിവേഴ്സ്. ഇങ്ങനത്തെ 2 ഓപ്ഷൻസും കൂടെ ഇതിനകത്ത് വരും. ഞാൻ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ പ്ലഗ് കുത്തുന്നു, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഫോർവേഡ്, സെയിം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ റിവേഴ്സ്. എപ്പോഴും ഓർക്കേണ്ടത് ഇത് ഫോർവേഡിൽ തന്നെയാണ് കറങ്ങുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. പലരും നമ്മുടെ മെഷീൻ മേടിച്ചിട്ട് മെഷീൻ ഡ്രില്ല് ചെയ്യുമ്പോൾ കയറുന്നില്ല എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. ചിലപ്പോൾ അവർ റിവേഴ്സിൽ ഇട്ടിട്ടായിരിക്കും ഡ്രില്ല് ചെയ്യാൻ നോക്കുന്നത്. റിവേഴ്സിലാകുമ്പോൾ അങ്ങോട്ട് കയറില്ല, തിരിച്ച് റിവേഴ്സിൽ കറങ്ങി വരും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഫോർവേഡിൽ തന്നെ ഇട്ട് വേണം നമ്മൾ ഡ്രില്ല് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ വരുന്നതാണ് നോർമൽ ഡ്രില്ല്. അതായത് ഞാൻ പറഞ്ഞില്ല, മെറ്റൽ വുഡിലൊക്കെ ഡ്രില്ല് ചെയ്യുമ്പം നമ്മൾ ഈ ഓപ്ഷൻ ഇടുക. അപ്പോൾ ഈ ഓപ്ഷൻ ഇടുമ്പം ഇമ്പാക്റ്റ് വർക്കാവില്ല. നേരെ നമ്മൾ ഇമ്പാക്റ്റ് ഓപ്ഷനിലോട്ട് ഇട്ട് കഴിയുമ്പം കണ്ടോ, ഹാമർ നമ്മൾ ചെവറിലൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇമ്പാക്റ്റ് ഓപ്ഷൻ ഇട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ബിറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കോമൺ ആയിട്ട് നമ്മൾക്ക് യൂസ് വരുന്ന 8 mm ഡ്രില്ലൊക്കെയാണ് നമുക്ക് എപ്പോഴും യൂസ് വരുന്നത്. നമ്മുടെ ഫിഷറൊക്കെ ആണെങ്കിൽ പോലും 8, 6 ഒക്കെയാണ് നമുക്ക് കൂടുതൽ 6, 8 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിറ്റ് എടുക്കുന്നു, ജസ്റ്റ് ഇവിടെ വയ്ക്കുന്നു, ടൈറ്റ് ചെയ്യുന്നു, സെൻറ്ററിലോട്ട് ആക്കുക. ജസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇത് 3ഉം കറക്റ്റായിട്ട് വരും. ഇവിടെ അതിൻ്റെ ചക്കുണ്ട്, എടുക്കുന്നു, ടൈറ്റ് ചെയ്യുന്നു, 3ലും ഒരുപോലെ ടൈറ്റ് ചെയ്യുക. ഒക്കെ ടൈറ്റായി. എന്നിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുക. ഡ്രില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഹാമറിങ് ഓപ്ഷനിലാണോ കിടക്കുന്നത് നോക്കണം, ഫോർവേഡ് ആണോ കിടക്കുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രില്ല് ചെയ്യാൻ. അപ്പോഴേ അത് കറക്റ്റായിട്ട് കയറി പോകുന്നു. ജസ്റ്റ് ഞാൻ പഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ മിസ്സിങ് വരുന്നതും ഈ ചക്കാണ്. ഇഷ്ടംപോലെ മിസ്സിങ് വരുന്നത്. കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് പോയിട്ട് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ തന്നെ വെക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് മിസ്സിങ് വരാം. ഇനി നമുക്ക് വരുന്നത് സ്ക്രൂ ബിറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്ക്രൂ ബിറ്റ്സ് നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാൻ പറ്റില്ല. അതിനപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കോമൺ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കോമൺ ഹോൾഡർ എടുക്കുന്നു. മാഗ്നറ്റ് ആണ്, ജസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി പിടിച്ചിരിക്കും. വെക്കുന്നു. എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ക്രൂസ് എന്തെങ്കിലും സ്ക്രൂ അഴിക്കാനോ തിരിക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് അൺസ്ക്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സ്ലോ സ്പീഡിൽ പതിയെ പ്രസ് ചെയ്യുമ്പോൾ സ്ലോ സ്പീഡിൽ വർക്കാവും. അഴിക്കാനാണെങ്കിൽ നിങ്ങൾ റിവേഴ്സ് പ്രസ് ചെയ്യുക, തിരിച്ച് പതിയെ അഴിച്ചെടുക്കുക.
ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണ്, നമുക്ക് ബോൾട്ട് നട്ട്, ഇതാ ചെറിയ ബോൾട്ട് നട്ടൊക്കെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് പുറത്ത് വരുന്ന ബോൾട്ടാണ്. ചെറിയ ചെറിയ ബോൾട്ട് നട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള കോമൺ അഡാപ്റ്റർ ഇത് എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഫസ്റ്റ് നമ്മൾ ഇതിൽ പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ബോൾട്ടാണ് എടുക്കേണ്ടത് അതിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, 4, 5, 6 ഏത് ബോൾട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 8ന്റെ ബോൾട്ട് എടുക്കുന്നു. എന്നിട്ട് അത് ഇവിടെ പിടിപ്പിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആ ലോക്കിൽ ഇരിക്കും. എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് പിടിപ്പിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. സെയിം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ബോൾട്ട് എന്തെങ്കിലും ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാനുണ്ടെങ്കിൽ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലോ സ്പീഡിൽ ബോൾട്ട് ഇത് ചെയ്യുക, അൺസ്ക്രൂ ചെയ്യുന്നത് അൺസ്ക്രൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സാധനം പ്രോഡക്റ്റ് മേടിക്കാനാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് www.globetools.in എന്ന് പറഞ്ഞ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.